ട്രിവാൻഡ്രത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ രാഷ്ട്രീയം ഉള്ളതും. സാറിന് ഏറ്റവും കൂടുതൽ പൊളിറ്റീഷ്യൻസ് നൊസ്റ്റാളജിയ വന്നിരിക്കുന്നത് ഇന്ത്യൻ കോഫീസിലേക്കാണ്. അപ്പം ഞാൻ ഇന്ന് സാറിന് ചെയ്തിരിക്കുന്നതും ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ്. സാറിൻ്റെ എന്താ പറയുക, കോളേജ് ടൈംസിലും ഒക്കെ MM ഹസൻ സാർ വന്നപ്പോഴും ബീഫിൻ്റെ ഓംലെറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം അത് കഴിച്ച് പറഞ്ഞു ഞങ്ങളുടെ നല്ല കാലത്തിൽ ഇന്ത്യൻ കോഫീസിൽ വന്നിരുന്ന് കഴിച്ച ഒരു നൊസ്റ്റാളജിയാണ്. സാറിൻ്റെ ഒരു നല്ല മൂമെന്റ്സ് ഇൻ ഇന്ത്യൻ കോഫീസ് എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ ഹസൻ പറഞ്ഞ കറക്റ്റാണ്. ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസ്, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. ഞങ്ങൾ ആ കോഫി ഹൗസിൽ പോയിരിക്കും. സത്യം പറഞ്ഞാൽ അന്നുള്ള കാശൊക്കെ പരിമിതമല്ലേ. അപ്പോൾ എന്തായാലും ആ കാലത്ത് കിട്ടുന്ന റിച്ച് ഫുഡ് എന്ന് പറയുന്നത് സത്യം പറയാം മട്ടൺ ഓംലെറ്റാണ്. അപ്പം ഞങ്ങൾ മട്ടൺ ഓംലെറ്റൊക്കെ കണ്ടാൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു വിശിഷ്ട വസ്തു എന്നുള്ള നിലയിൽ അതെല്ലാവരും കൂടെ കൂടി ഒരുമിച്ചൊക്കെ ഭക്ഷിക്കും. അങ്ങനെ ഒരു രസമാണ് സൊസൈറ്റി ലൈഫല്ലേ. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ഒരു ആ കാലഘട്ടത്തിൽ വന്ന നേതാക്കന്മാർ തമ്മിൽ വ്യക്തികൾ വ്യത്യസ്തമാണെന്ന് ഒരിക്കലും അതിൻ്റെ സിലബസൊക്കെ ഏറെക്കുറെ ഒന്ന് തന്നെ ഒരേ രൂപത്തിലാണ്. അപ്പോൾ ടേസ്റ്റ് ഒരേ മാതിരിയായിരിക്കും. ഷർട്ടും വസ്ത്രധാരണവും എല്ലാം ഒരേ രൂപത്തിലായിരിക്കും. സംസാരത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒന്നായിരിക്കും. ഭക്ഷണത്തോടുള്ള ആപ്റ്റിറ്റ്യൂഡ് അത് കറക്റ്റ് ഒരേ രൂപത്തിലായിരിക്കും. ഇതൊക്കെ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാലം മടങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അങ്ങനെ വരട്ടെ. എന്നാലേ അതിനൊരു നല്ല മൊമെന്റ്സ് ഇപ്പൊ സാർ അത് പറയുമ്പോൾ പോലും അതിന്റെ ഒരു മധുരം അതിനകത്തോട് ഇപ്പൊ അതില്ല. അതാണ് സാർ. ഓക്കെ, ഇത് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ സാർ. പിന്നെ സാറിന്റെ ഫാമിലി ഞങ്ങൾ ചോദിച്ചില്ല. ചേച്ചി? എൻ്റെ മിസ്സസ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ജോലിയായിരുന്നു, റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഹൗസ് വൈഫായിട്ട്. എനിക്ക് 3 കുട്ടികളാണ്, 2 പേരും അമേരിക്കയിലാണ്. എൻ്റെ മൂത്ത മകൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് എടുത്ത് അവൻ അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. അവൻ്റെ മിസ്സസും എഞ്ചിനീയറാണ്, അവിടെ അമേരിക്കയിലാണ്. എൻ്റെ മോളും സണ്ണിലോയും 2 ആളുകളും അമേരിക്കയിലാണ്. എൻ്റെ ഇളയ മോൻ നാട്ടിൽ തന്നെയുണ്ട്. നാട്ടിൽ അവൻ റോച്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിച്ച് അവിടുന്ന് MS കിട്ടിയതാണ്. അപ്പോൾ മഹാഭാഗ്യത്തിന് അവൻ അവിടെ തുടരുന്നില്ല. അവൻ ഇവിടെ എന്തെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണം. അപ്പോൾ അവനൊരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ആയിട്ട് അവനുണ്ട് നാട്ടിലുണ്ട്. സർ, മക്കൾക്കൊന്നും രാഷ്ട്രീയത്തിൽ വരണം എന്ന് ആഗ്രഹമില്ല? രാഷ്ട്രീയത്തിൽ വരണമെന്ന് ആഗ്രഹമില്ലായ്മയൊന്നുമില്ല. പക്ഷേ നമ്മൾ മക്കളെ കൊണ്ടുവരുന്നു എന്നൊരു ആക്ഷേപം വേണ്ട. ആക്ഷേപം ഇല്ലല്ലോ സർ. എൻ്റെ ഒരു പക്ഷം വേറൊന്നും കൊണ്ടല്ല. സാറിന് ഇത്രയും നല്ലൊരു കാഴ്ചപ്പാടുള്ളപ്പോൾ നമുക്ക് മക്കളിൽ കൂടി ജനങ്ങൾക്ക് അത്രയും കൂടി ഇപ്പോഴത്തെ യൂത്തില് അവരിൽ കൂടി എത്തട്ടെ എന്ന് സാറിന് വിചാരിക്കും. അതൊക്കെ അവരെല്ലാം എൻ്റെ ഒരു ചിന്തയോട് രൂപപ്പെട്ട് നിൽക്കുന്നവരാണ്. അത് പക്ഷേ 2 പേര് രാജ്യത്തിന് പുറത്തായതുകൊണ്ട് അവരൊന്നും പൊതുപ്രവർത്തനത്തിലില്ല. രാജ്യത്തിനകത്തുള്ള ഒരു ഇളയ മകൻ അവനെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒന്ന് നിരുത്സാഹപ്പെടുത്തി അങ്ങനെ അതാണ് നടക്കുന്നത്. ഓക്കെ, ചേച്ചിക്ക് രാഷ്ട്രീയത്തോട് ഇഷ്ടമാണോ? സാറിന് എപ്പോഴും വീട്ടിൽ കിട്ടാത്തതിൽ പരാതിയുണ്ടോ? അത് ഏത് ഹൗസ് വൈഫിനാണ് ഇല്ലാത്തത്? സത്യം. വീട്ടിൽ കിട്ടാത്തതിന് ഒരു സ്വാഭാവിക, അത് അവരെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. അവരുടെ ജീവിതത്തിലെ പ്രതീക്ഷ മുഴുവൻ എന്താ? വിവാഹം കഴിക്കുന്ന സമയത്തും അതിനുശേഷമുള്ള ഓരോ നിമിഷത്തിലും അവരുടെ ഒരു ജീവിത പങ്കാളി ഒരുമിച്ചുണ്ടാകണം എന്നാഗ്രഹിക്കും. ദൗർഭാഗ്യവശാൽ എനിക്കത് ചെയ്യാനും കഴിയില്ല. എനിക്കത് മാത്രമല്ല, ഈ കാറ്റഗറിപ്പെട്ട ആർക്കും ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നുമില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോവാം. ഒരു മെൻ്റലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഒരു പുള്ളിക്കാരി നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഞാനും കഴിയുന്നത്ര രൂപത്തിൽ നന്നായിട്ടൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടു. ഓക്കെ സർ, നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന്, നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും സ്റ്റേറ്റ്സ് ഉണ്ട്. ഓരോ സ്റ്റേറ്റ്സിൽ നിന്നും ഓരോ മന്ത്രിമാരെ വിളിച്ചിട്ട് പ്രധാനമന്ത്രി ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാറിനെയാണ് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതെന്ന് വിചാരിച്ചോളൂ. സാർ എന്തായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രിയോട് ആദ്യം നമ്മുടെ കേരളത്തെ പറ്റി ആവശ്യപ്പെടുക? പട്ടിണി മാറ്റാനുള്ള സ്കീം ഉണ്ടാക്കണം. അതാണ് പ്രശ്നം. കാരണം 70 വർഷം കഴിഞ്ഞു ജനാധിപത്യത്തിൽ. ഈ 70-ാം വർഷത്തിൻ്റെ അവസാനവും വൈകുന്നേരത്തെ ആഹാരം ഇല്ലാതെ കിടന്നുറങ്ങേണ്ടി വരുന്ന ഹതഭാഗ്യമാന് ജനാധിപത്യം ഒന്നും എഴുതി കാണിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അതിൻ്റെ പുറത്തുനിന്ന് പിന്നെയുള്ള ഡെവലപ്മെൻറ്റ് ഓരോ സ്റ്റേജിലാണ്. അത് ആ ഒരു ഡെവലപ്മെൻറ്റ് വരികയും ചെയ്യണം. ഒന്ന് അവരുടെ ഒരു നിലനിൽപ്പല്ലേ, ആ പട്ടിണി മാറ്റാനുള്ള ഒരു സ്കീം ഇന്ദിരാഗാന്ധി ഒന്ന് നോക്കിയതാണ്. ഗരീബി ഹഠാവോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പദ്ധതി പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോയില്ല. എന്നാലും പഴയതിനൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്നാലും ശരി, നമ്മളുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള അർദ്ധപട്ടിണിക്കാരുടെ എണ്ണം വളരെ കൂടുതലല്ലേ.
അതൊഴിവാക്കണം. അത് നമ്മളൊരു പരസ്യമായിട്ട് ഇത് പറഞ്ഞു നടക്കാത്തതിൻ്റെ കാരണം നമ്മുടെ രാജ്യത്തിന് അതൊരു അപമാനകരമാകരുത് എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തത് നമ്മളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റാണ്. അത് കേരളത്തിന് ഒത്തിരി സാധ്യതകളും ഉള്ളതാണ്. ആ ഡെവലപ്മെൻറ്റ് നമ്മുടെ കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വരാത്തത് കൊണ്ടാണ് കേരളത്തിലെ എഡ്യൂക്കേറ്റഡ് മാസ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ നിന്ന് നന്നായി പഠിക്കും, മിടുമിടുക്കന്മാരായും 4 അക്കമുള്ള ഒരു ശമ്പളം കിട്ടണമെന്ന് ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് നിവൃത്തിയില്ല എന്നൊരു കണ്ടെത്തലിലാണ് അവർ നിൽക്കുന്നത്. അവരതുകൊണ്ട് എന്ത് വേണ്ടി കാലാവസ്ഥ മോശമായാലും ശരി, കഠിനാധ്വാനം ഉണ്ടായാലും ശരി, നിയമം സ്ട്രിക്റ്റായാലും ശരി, കുടുംബത്തെയും അമ്മയെയും അച്ഛനെയും വിട്ടു പോകേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥ വന്നാലും ശരി, അവർ ജീവിതത്തിന് വേണ്ടി പുറത്തോട്ട് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബ്രെയിൻ ഡ്രൈവ് കിടക്കുക. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കേണ്ട ബുദ്ധിശക്തി അന്യനാട്ടിലേക്ക് പോവുകയാണ്. അതെത്രയോ വർഷങ്ങളായി തുടരുകയാണ്. അതൊരു രാജ്യത്തിന് ഗുണകരമല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മളൊന്ന് സങ്കല്പിക്കൂ, നമ്മുടെ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ, അതിനകത്ത് നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള നല്ല മിടുമിടുക്കന്മാരായിട്ടുള്ള ആളുകൾ ഒരു 1.5-2 കോടിയോളം വരും. അവർക്കെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുമാണ്. അവർ സ്വന്തമായ തൊഴിലിടങ്ങൾ കണ്ടെത്തുകയും സ്വന്തമായി എന്തെങ്കിലും ഒരു പ്രൊഡക്ഷനിലേക്ക് പോവുകയും ചെയ്താൽ പിന്നെ എന്തിനാ ഇവിടെ പട്ടിണി? അവർക്ക് ജോലി, അപ്പോൾ അവർക്ക് ജോലി ഉണ്ടാകുന്നെന്ന് മാത്രമല്ല, അവർക്ക് ജോലി പ്രൊവൈഡേഴ്സായി മാറും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തമിഴ്നാട്, പഴയ തമിഴ്നാട്. ഇതിന് ഇപ്പം ഈ കേൾക്കുന്ന ഒരു പ്രശ്നങ്ങളുടെ ഉള്ള തമിഴ്നാടല്ല, അതിന് മുമ്പുള്ള തമിഴ്നാട്. അപ്പോൾ നമ്മുടെ നാട്ടിലോട്ട് തമിഴ്നാട്ടിലെ ആളുകളാണ് ജോലിക്ക് വേണ്ടി വന്നുകൊണ്ട് പ്രവഹിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ആരും വരാറില്ലല്ലോ, കാരണം അവരുടെ നാട്ടിൽ ഒത്തിരി സ്ഥാപനങ്ങളായി, ഫാക്ടറികളായി. അപ്പോൾ അവരവിടെ തന്നെ നിൽക്കും, അവർക്ക് വരുമാനമായി. അതിന് പകരം ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ആളുകളുടെ വരവാണ്. കാരണം അവരും ഒരുമാതിരി പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അവർ മടങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതൊരു ട്രാൻസിഷൻ പോയിൻ്റായി മാറാതെ നമ്മുടെ ഇവിടെ ആളുകളെ നിലനിർത്തത്തക്ക വിധത്തിലുള്ള നല്ല സന്നാഹങ്ങളുണ്ടാകണം, നല്ല രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. സത്യത്തിൽ കേരളം എത്രയോ പ്രകൃതി രമണീയമാണ്. നമ്മളുടെ ഈ നദികളൊക്കെ, ഈ നദികളൊന്നും സത്യം പറയാൻ പറ്റുകയില്ല. ഇവിടെ നല്ല മഴ വരുന്ന കാലത്ത് ഇതൊക്കെ നിറഞ്ഞൊക്കെ നിൽക്കും. അത് കഴിയുമ്പോൾ വറ്റി വരണ്ട് എല്ലാം വെറും കുഴികളായി മാറും. നദി എന്നുള്ളത് കുഴിയിൽ നിന്നാകും. അത് നമ്മളൊരു ഭംഗിയായിട്ട് വിനിയോഗിച്ചാൽ നമുക്ക് എത്രയോ നല്ല ടൂറിസം പൊട്ടൻഷ്യലും ഉണ്ടാവുക. എത്ര ലക്ഷം ആളുകളെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനു വേണ്ടി നമുക്ക് ഒത്തിരി പണം വേണം. ഇപ്പം കിഴക്കിൻ്റെ വെനീസ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ആലപ്പുഴയുടെ കിഴക്കേ പ്രദേശം. നല്ല പച്ചപ്പുള്ള സ്ഥലം, നല്ല ദീർഘദൂരത്തിൽ നമുക്കത് കാണാനായിട്ട് ടൂറിസം നന്നായിട്ട് അട്രാക്ഷൻ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഒരു ചില്ലി പൈസ നമുക്ക് അവിടെ മുടക്കാൻ പറ്റുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ സിർവലാൻസ് എന്നൊക്കെ പറയുന്ന ഏറ്റവും നല്ല മനോഹരമായ കടൽ തീരത്തെ പോലെ തന്നെ ഈ കായൽ തീരങ്ങളിലെ പല പ്രദേശങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് വന്നാൽ ടൂറിസത്തിൻ്റെ വലിയ കുത്തൊഴുക്കുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നു, കേരളത്തിൽ തൊഴിലിന് വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഇവിടുത്തെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ദീർഘവീക്ഷണത്തോടു കൂടിയ സമീപനമാണ്. ആ സമീപനത്തിൻ്റെ കുറവാണ് ഇവിടെയുള്ളത്. അവിടെയാണ് സത്യം പറഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് എല്ലാം സാറിന് അറിയാം, പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് എന്താ പറയാ മറുപടി പറയാനില്ല. പക്ഷേ ഈ പറഞ്ഞതൊക്കെ സാർ അതൊന്ന് എന്താ പറയുക പ്രാവർത്തികമാക്കി തരണം, അത് നടക്കട്ടെ. കാര്യം അതിനുവേണ്ടി ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു ലീഡർഷിപ്പിനെ തിരഞ്ഞെടുക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് സാർ. ഞങ്ങൾക്കും ഉപകാരമായിക്കോട്ടെ. ഈ ഒരു ലോങ് വിഷനാണ് ഒരു ലീഡർഷിപ്പിന് ഏറ്റവും കൂടുതൽ ആവശ്യം. അത് ഞാനിപ്പോൾ എന്തായാലും സാറിന് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഒരു ചെറിയ ഒരു ഫുഡ് തരാം. പഴയ ഇന്ത്യൻ കോഫീസ് ഒക്കെ സാറിന് ആ നൊസ്റ്റാൾജിയ വരുമോ എന്നുള്ളത് അറിയില്ല, ബട്ട് സ്റ്റിൽ താങ്ക് യു വെരി മച്ച്. സർ, അപ്പം അടുത്ത ഇലക്ഷന് ഈ പറഞ്ഞ പോലെ സാർ മത്സരിക്കുമ്പോഴും ഇതേപോലെ ഓരോ എന്താ പറയുക വിഷൻ സാറിന് ജനങ്ങൾക്ക് വേണ്ടി വെക്കാൻ സാധിക്കില്ലയോ? അടുത്ത ആര് വന്നാലും അത് വരണം. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ തിങ്കിങ് ഉള്ള ഒട്ടനവധി ആളുകൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും ഉണ്ട്. പക്ഷേ അവരെല്ലാം കമ്പാർട്ട്മെൻ്റലായിട്ട് നിൽക്കുക. അവർക്ക് ഏകോപിച്ച് നിൽക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമും വരുന്നില്ല. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും പരിശ്രമിക്കേണ്ടത്.
തീർച്ചയായിട്ടും സർ, ഞങ്ങൾ എന്തായാലും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതായിരിക്കും. ഈ പറയുന്ന സാറിൻ്റെ വാക്കുകൾ ഞങ്ങളുടെ ഓരോ വീട്ടമ്മമാരും കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാറിനൊക്കെ എന്ത് വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ അതുപോലെ പിന്തുണച്ച് ഞങ്ങൾ മുന്നിൽ ഉണ്ടാവും. സാർ എന്തായാലും ഇവിടെ വന്ന് ഞങ്ങളുടെ എല്ലാവരോടും നല്ല നല്ല വർത്താനവും നല്ല ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നല്ലൊരു വിഷനുള്ള ലീഡറിനെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചു. കുറച്ച് സമയമാണെങ്കിലും വന്ന് സമയം തന്നതിൽ വളരെ സന്തോഷം സർ. താങ്ക് യു വെരി മച്ച്.